ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്ലാൻ ലൈഫ് സൈക്കിളും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനും ഒക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ പ്ലാൻ കിങ്ഡം ഏതൊക്കെയായിരുന്നു? ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആൽഗേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ബ്രയോഫൈറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ബ്രയോഫൈറ്റ്സ് ഇതേ ഈ ഒരു ഇമേജിൽ കണ്ടില്ലേ? ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ? പായലാണ് സാധനം. ഈ ടെക്സ്റ്റിലെ ഇമേജസ് അല്ലാതെ വേറെ ഇമേജസ് ഞാൻ കാണിക്കാം. കണ്ടില്ലേ? ഇതൊക്കെയാണ് ബ്രയോഫൈറ്റ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് റീഡ് ദിസ്. Bryophytes include the various mosses and liverworts that are found commonly growing in moist shaded areas in the hills. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സ് എന്നത് മോസസ് എന്നും ലിവർ വേർഡ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസിഫിക്കേഷൻ പുറകെ പഠിക്കാം. ഇതിന് ഹാബിറ്ററ്റ് പറയുന്നു മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസിലാണ് കാണുന്നത്. ഓക്കെ, ഇതിനെ കൂടുതൽ ഷെയ്ഡഡ് ഏരിയാസിൽ കാണുന്നതുകൊണ്ട് ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ആരെ? ബ്രയോഫൈറ്റ്സിനെ. അപ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ ഇമേജസ് കണ്ടല്ലോ. നൗ ലെറ്റ്സ് റീഡ് ദിസ്. Bryophytes are also called amphibians of the plant kingdom because these plants can live in soil but are dependent on water for sexual reproduction. Amphibians of the plant kingdom എന്ന്. Amphibians എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവർ സോയിലിലാണ് ജീവിക്കുന്നതെങ്കിലും ക്യാൻ ലിവ് ഇൻ സോയിൽ, കണ്ടോ, ബട്ട് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ദേ യൂഷ്വലി ഒക്കർ ഇൻ ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്. അപ്പോൾ അതിൻ്റെ ഹാബിറ്ററ്റ് പറഞ്ഞു. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്ലാന്റ് സസഷൻ ഓൺ ബെയർ റോക്സ് ഓർ സോയിൽ. പ്ലാന്റ് സസഷനിൽ ഒരു വളരെയധികം വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിച്ച ക്ലാസിഫിക്കേഷനാണ് ഈ ബ്രയോഫൈറ്റ്സ് എന്നത്. പ്ലാന്റ് സസഷനൊക്കെ നിങ്ങൾ വേറൊരു ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗേ. ആൽഗയിൽ അൺഡിഫറൻഷിയേറ്റഡ് ആയിരുന്നു, താലസ് ആയിരുന്നു നമ്മൾ പറഞ്ഞില്ലേ? അതിനേക്കാളും കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡി. ഇറ്റ് ഈസ് താലസ് ലൈക്ക് ആൻഡ് പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ് and attached to the substratum by unicellular or multicellular rhizoids. അപ്പോൾ അവരുടെ പ്ലാന്റ് ബോഡിയുടെ പ്രത്യേകതയാണ് താലസ് ലൈക്ക് ആണ്, പ്രോസ്റ്റേറ്റ് ഓർ ഇറക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയാണ്, ആൻഡ് അറ്റാച്ച് ടു ദ സബ്സ്ട്രേറ്റം ബൈ യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്. സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് പറ്റിപ്പിടിച്ച് വളരുന്നത് അതിനെയാണ് സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സബ്സ്ട്രേറ്റത്തിലേക്ക് പറ്റിപ്പിടിക്കുന്നത് റൈസോയിഡുകൾ വഴിയായിരിക്കും. ദാറ്റ് മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ. ആൻഡ് ദേ ലാക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം ഓർ ലീവ്സ്. അവർക്ക് ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. ദേ മേ പൊസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ആൻഡ് സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. റൂട്ട് പോലെയുള്ള, ഇല പോലെയുള്ള, സ്റ്റെമ്മ് പോലെയുള്ള സ്ട്രക്ചറുകൾ മാത്രമേ ഉള്ളൂ. ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ഒന്നും തന്നെ ഇല്ല. ദ മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ദ ബ്രയോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്. അപ്പോൾ എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ആയിരിക്കും. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അവർ എന്താണ്? ഗെമറ്റോഫൈറ്റുകളായിരിക്കും അതിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി. അപ്പോൾ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗെമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നറിയാലോ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കിയേ. ഇറ്റ് പ്രൊഡ്യൂസസ് ഗെമീറ്റ്സ്, ഹെൻസ് കോൾഡ് ഗെമറ്റോഫൈറ്റ്. ഓക്കെ, പ്ലാന്റ് ലൈഫ് സൈക്കിൾ നന്നായിട്ട് പഠിച്ചില്ലേ? അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ എല്ലാം ക്ലിക്ക് ആവുന്നുണ്ടോ? എല്ലാം മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്ലാന്റ് ബോഡിയാണ് ഗെമറ്റോഫൈറ്റുകളായിരിക്കും. ദ സെക്സ് ഓർഗൻസ് ഇൻ ബ്രയോഫൈറ്റ്സ് ആർ മൾട്ടി സെല്ലുലാർ. ആൻഡ് ഇവർക്ക് സെക്സ് ഓർഗൻസ് ഉണ്ട്. സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. മെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആന്ത്രീഡിയം. ദേ പ്രൊഡ്യൂസ് ബൈഫ്ലജല്ലേറ്റ് ആന്ത്രോസോയിഡ്സ്. ആൻഡ് ദ ഫീമെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആർച്ചിഗോണിയം and is flask shaped and produces a single egg. So these bryophytes have multicellular sex organs, and the male sex organ is called antheridium, which produces the biflagellated anthrozoid, and the female sex organ archegonium, which produces a single egg. Okay, the anthrozoids are released into water where they come in contact with the archegonium. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർച്ചിഗോണിയമായിട്ട് ആന്ത്രോസോയിഡ് എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആന്ത്രോസോയിഡുകൾ വാട്ടറിലേക്കായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൽ വെച്ചിട്ടാണ് അവർ
ആർച്ചിഗോണിയമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നത്, ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചത്? വളരുന്നത് ടെറസ്ട്രിയൽ ആയിട്ട് സോയിലിലാണെങ്കിലും ഈ പ്ലാന്റ്സിന് എന്ത് വേണം? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് വാട്ടർ വേണം. അപ്പോൾ ആന്ത്രോസോയിഡ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ദേ റീച്ച് ആർച്ചിഗോണിയം ആൻഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം ദ സൈഗോട്ട്. Okay. The anthrozoids are released into water where they come in contact with the archegonium. An anthrozoid fuses with the egg to produce the zygote. അങ്ങനെയാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. Zygote do not undergo reduction division immediately. They produce a multicellular body called sporophyte. അപ്പോൾ ഇവരുടെ ലൈഫ് സൈക്കിൾ നമുക്ക് എങ്ങനെ പറയാം? ഹാപ്ലോ ഡിപ്ലോണ്ടിക്. കണ്ടോ, മൾട്ടിസെല്ലുലാർ ആയിട്ടുള്ള ഗമറ്റോഫൈറ്റും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സ്പോറോഫൈറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് പ്ലാന്റ് ബോഡിയും ഒരേ പ്ലാന്റിന് തന്നെ ഉണ്ട്. അപ്പോൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നു. ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും ആണ്. മനസ്സിലായോ? ദ സ്പോറോഫൈറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ്. സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല, ബട്ട് അറ്റാച്ച് ടു ദ ഫോട്ടോസിന്തറ്റിക് ഗമറ്റോഫൈറ്റ്. ഗമറ്റോഫൈറ്റ് ആണ് ഫോട്ടോസിന്തറ്റിക്. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഗമറ്റോഫൈറ്റിൽ അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും സ്പോറോഫൈറ്റ് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ലിവിങ് എന്ന് പറയുന്നത്. ഒരു പ്ലാന്റ് ബോഡിയാണ് സ്പോറോഫൈറ്റ് എങ്കിലും അത് ഫ്രീ ലിവിങ് അല്ല, തന്നെ പോയി വളരുന്നതല്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഗമറ്റോഫൈറ്റ് ബിക്കോസ് ഗമറ്റോഫൈറ്റ് ഈസ് ദ ഫോട്ടോസിന്തറ്റിക് വൺ ആൻഡ് ഡിറൈവ്സ് നറിഷ്മെൻറ്റ് ഫ്രം ഇറ്റ്. ഏത് ഗമറ്റോഫൈറ്റിൽ നിന്നാണ് നറിഷ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, സം സെൽസ് ഓഫ് ദ സ്പോറോഫൈറ്റ് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ് ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ്. സ്പോറോഫൈറ്റിൻ്റെ ചില സെൽസുകൾ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് എന്തുണ്ടാകും? സ്പോറോഫൈറ്റുകൾ വിൽ പ്രൊഡ്യൂസ് സ്പോർസ്. This sporophyte will produce spores which are haploid. These spores germinate to produce gametophyte. അപ്പം വീണ്ടും അടുത്ത ജനറേഷനിൽ ഗെമറ്റോഫൈറ്റ് വന്നു. അപ്പം നമുക്കിത് എന്ത് പറയാം? ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആയിട്ടുള്ളൊരു ലൈഫ് സൈക്കിളാണ് ആർക്കുള്ളത്? ബ്രയോഫൈറ്റ്സിന് ഉള്ളത്. ഓക്കെ, hope you all understood. Let's move on to the next paragraph. Even if they are of little economic importance, they provide food for herbaceous mammals, birds and other animals. Species of Sphagnum, a moss, provide peat that have long been used as fuel. Species of Sphagnum, a moss, provide peat that have long been used as fuel and as packing material for transshipment of living material because of their capacity to hold water. അപ്പോൾ ഇതിൻ്റെ യൂസിൽ സ്ഫാഗ്നം എന്നൊരു സ്പീഷീസ് ഫ്യുവലായിട്ട് ഉപയോഗിച്ചിരുന്നു പണ്ട്. അതുപോലെ പാക്കിംഗ് മെറ്റീരിയലായിട്ടും ഉപയോഗിച്ചിരുന്നു. കാരണം ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഹോൾഡ് വാട്ടർ. ഓക്കെ, mosses along with lichens are the first organism to colonize rocks and hence are of great ecological importance. എക്കോളജി നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ സസഷനും ഒക്കെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യമായിട്ട് റോക്സിൽ കോളനൈസ് ചെയ്ത ഓർഗാനിസത്തിൽ വരുന്ന ഒന്നാമത്തെയാണ് ലൈക്കൻസും മോസസും. ദേ ഡീകമ്പോസ് റോക്സ് മേക്കിംഗ് ദ സബ്സ്ട്രേറ്റ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്സ്. Since mosses form dense mats on the soil, they reduce the impact of falling rain and prevent soil erosion. So, അവർ നല്ല കട്ടിക്കല്ലേ പായലൊക്കെ വളരുന്നത്. അപ്പോൾ അങ്ങനെ വളരുന്നതുകൊണ്ട് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് യൂസ് ആണ്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ദിസ് ബ്രയോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു liverworts and mosses. Now let's read what are liverworts. The liverworts grow usually in moist, shady habitats such as banks of streams, marshy ground, damp soil, bark of trees and deep in the woods. Okay, ഇതൊക്കെ ഇത്രയുമാണ് ഇതിൻ്റെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്ലാന്റ് ബോഡി ഓഫ് liverwort ഈസ് താലോയിഡ് എന്ന് പറയുമ്പോൾ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് liverwortsനുള്ളത്. എക്സാമ്പിൾ മാർച്ചാൻഡിയ. The thallus is dorsiventral and closely appressed to the substrate. The leafy members have tiny leaf-like appendages in two rows on the stem-like structures. ഈ താലസ് എന്ന് പറയുന്നത് ഡോർസി വെൻട്രൽ ആയിരിക്കും. അപ്പം നമുക്ക് ഡോർസി വെൻട്രലാണ്, അതുപോലെ തന്നെ സബ്സ്ട്രേറ്റത്തിലേക്ക് പറ്റിച്ചേർന്നിരിക്കുകയാണ്. ഇത് നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാം. ഒരു ലിവർവേർട്ട് ആയിട്ടുള്ള മാർഷാൻഡിയ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, ആ മാർഷാൻഡിയ തന്നെയാണ് ഈ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാം. നമ്മൾ ഈ ചിത്രം നോക്കുമ്പോൾ ഈ ചിത്രത്തിൽ എയിൽ കൊടുത്തിരിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള താലസും ബിയിൽ കൊടുത്തിട്ടുള്ളത് മെയിൽ താലസുമാണ്. അതെങ്ങനെ മനസ്സിലായത്? ആർച്ചിഗോണിയോഫോർ എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ആർച്ചിഗോണിയം ബിയർ ചെയ്യുന്നത് ആർച്ചിഗോണിയോഫോർ, ആർച്ചിഗോണിയമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ആർച്ചിഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അപ്പോൾ അത് ബിയർ ചെയ്യുന്ന താലസ് ഫീമെയിൽ താലസ് ആയിരിക്കും. ഇവിടെ കണ്ടോ ആന്ത്രീഡിയോഫോർ. അപ്പോൾ ഇതാണ് ആന്ത്രീഡിയം. ഈ ആന്ത്രീഡിയം എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗൻ ഇൻ ബ്രയോഫൈറ്റ്സ്. അപ്പോൾ ഈ ഒരു മാർഷാൻഡിയ എന്ന് പറഞ്ഞ സോ ദിസ് ഈസ് ദ മെയിൽ താലസ്. സോ ഇത് ഡോർസി വെൻട്രലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റം ആണ്. വിത്ത് ദ ഹെൽപ്പ് റൈസോയിഡ്സുകൾ കണ്ടോ, റൈസോയിഡ് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് റൈസോയിഡുകൾ നമുക്ക് ഈ ഒരു ഇതിൽ കാണാം. ഗമ്മ കപ്പും കാണാം. അപ്പോൾ ഇതാണ് ഒരു ലിവർവേർട്ട് ആയിട്ടുള്ള മാർഷാൻഡിയയുടെ പിക്ചർ. Now let's continue reading. Asexual reproduction in liverworts takes place by fragmentation of thalli. അപ്പോൾ asexual reproduction by the method of fragmentation or by the formation of specialized structures called gemmae. Singular gemma. Gemmae are green multicellular asexual buds which develop in small receptacles called gemma cups located on the thalli. നമ്മൾ ആ താലസിൽ ഗമ്മ കപ്പുകൾ കണ്ടില്ലേ? അതിനകത്താണ് ഈ ഗമ്മാസ് വളരുന്നത്. The gemmae become detached from the parent body and germinate to form new individuals. നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ലിവർവേർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫ്രാഗ്മെൻറ്റേഷനും പിന്നെ ഗമ്മ വഴിയുമാണ്. Then during sexual reproduction, male and female sex organs are produced either on the same or on different thalli. സെയിം താലസിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് താലസിലോ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ മാർഷാൻഡിയയുടെ എക്സാമ്പിൾ കണ്ടില്ലേ? അതിലെങ്ങനെയായിരുന്നു? മെയിൽ താലസ് വേറെയും ഫീമെയിൽ താലസ് വേറെയുമായിരുന്നു. Sporophyte is differentiated into foot, seta and capsule. After meiosis, spores are produced within the capsule. These spores germinate to form free-living gametophyte. സ്പോറോഫൈറ്റിന് ഡിഫറൻഷിയേഷൻ ഉണ്ട്. സ്പോറോഫൈറ്റ് പ്ലാൻ ബോഡി ഉണ്ടല്ലോ ലിവർവേർട്ടിൻ്റെ. ആ പ്ലാൻ ബോഡിയെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം: ഫൂട്ട്, സീറ്റ് ആൻഡ് ക്യാപ്സ്യൂൾ. അതിലെ ക്യാപ്സ്യൂൾ എന്ന സ്ട്രക്ചറിനകത്തായിരിക്കും സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ടായിരിക്കും ആരുണ്ടാവുന്നത്? ഗാമറ്റോഫൈറ്റ്സ് ഉണ്ടാവുന്നത്. സോ we have discussed the liverworts, which is the classification of bryophytes and the reproduction in liverworts also. Okay, now I think now we can go to the mosses. The second classification is mosses. Okay, now let's read what are mosses. So bryophytes inde രണ്ടാമത്തെ classification ആണ് mosses എന്ന് പറയുന്നത്. The predominant stage of the life cycle of a moss is the gametophyte. Gametophyte, which consists of two stages. ഗെമറ്റോഫൈറ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവല്ലോ എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് മെയിൻ പ്ലാൻ ബോഡി. ഇതിന് തന്നെ രണ്ട് സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്നു. ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. ഡയറക്ട്ലി ആ സ്പോറിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രോട്ടോണിമ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് സ്റ്റേജ്. അതായിരിക്കും പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ പ്രോട്ടോണിമ സ്റ്റേജിലെ ആ ഒരു പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെൻ്റസ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഫ്രം എ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. They consist of upright slender axis bearing spirally arranged leaves. അപ്പോൾ ഈ ലീഫി സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ലാറ്ററൽ ബഡായിട്ട് ആദ്യം ഉണ്ടായ പ്ലാൻ ബോഡിയുടെ ഒരു ലാറ്ററൽ ബഡായിട്ടായിരിക്കും ലീഫി സ്റ്റേജ് ഉണ്ടാവുന്നത്. ദേ ആർ അറ്റാച്ച് ടു ദ സോയിൽ ത്രൂ മൾട്ടിസെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ്. സോ റൈസോയിഡ്സും ഉണ്ട്. ദിസ് സ്റ്റേജ് ബിയേഴ്സ് സെക്സ് ഓർഗൻസ്. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്ലാൻ ബോഡി എന്ന് പറയുന്നത്? ഗെമറ്റോഫൈറ്റ് ആണ്. ഗെമറ്റോഫൈറ്റിന് തന്നെ രണ്ട് സ്റ്റേജ് ഉണ്ട്. ഒന്ന് പ്രോട്ടോണിമ എന്ന് പറഞ്ഞ സ്റ്റേജ്, അത് ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ഫിലമെൻ്റ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ലീഫി സ്റ്റേജ്. അങ്ങനെ പേര് വരാൻ തന്നെ കാരണം ലീവ്സ് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് അവർക്ക് റൈസോയിഡുകളുണ്ട് ആ സബ്സ്ട്രേറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്സ് ഓർഗൻസും ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ മോസസ് ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബഡ്ഡിങ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോണിമ. അപ്പോൾ രണ്ട് മെത്തേഡുണ്ട്: ഫ്രാഗ്മെൻറ്റേഷനും ഉണ്ട്, ബഡ്ഡിങ്ങും ഉണ്ട്. ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ദ സെക്സ് ഓർഗൻസ് ആന്ത്രീഡിയ
and archegonia are produced at the apex of the leafy shoot. ആ ഷൂട്ട് സിസ്റ്റത്തിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടെന്നുണ്ട്, ലീഫ്സ് ഉണ്ടെന്ന്. ആ ലീഫിൻ്റെ തന്നെ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആന്ത്രീഡിയയും ആർക്കിഗോണിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. And after fertilization, the zygote develops into a sporophyte, consists of a food seta and capsule. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? സ്പോറോഫൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദിസ് സ്പോറോഫൈറ്റ് വിൽ ഹാവ് എ food, a seta and a capsule. The sporophyte in mosses is more elaborate than in liverworts. സ്പോറോഫൈറ്റുകൾ ലിവർവേർട്സിനേക്കാളും മോസസിലെ സ്പോറോഫൈറ്റുകൾ കുറച്ചുകൂടെ ഇലാബറേറ്റ് ആണ്. ദ ക്യാപ്സ്യൂൾ കണ്ടെയ്ൻസ് സ്പോർസ്. ക്യാപ്സ്യൂളിനകത്തായിരിക്കുമല്ലോ സ്പോറ്. സ്പോർസ് ആർ ഫോംഡ് ആഫ്റ്റർ മിയോസിസ്. ദി മോസസ് ഹാവ് ആൻ ഇലാബറേറ്റ് മെക്കാനിസം ഓഫ് സ്പോർ ഡിസ്പേഴ്സൽ. ആ സ്പോർ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് തന്നെ പല പല മെക്കാനിസംസ് ഈ മോസസിനുണ്ട്. കോമൺ എക്സാമ്പിൾസ് ഓഫ് മോസസ് ആർ ഫ്യുനേരിയ, പോളിട്രൈക്കം ആൻഡ് സ്ഫാഗ്നം. ഫിഗർ 3.2 നമുക്ക് ആ ഫിഗർ നോക്കാം. Look at the picture C. It is the Funaria. Okay, the gametophyte and sporophyte. We can differentiate the gametophyte and the sporophyte plant body in one single plant. Okay. It has rhizoids, leaves, and also a main axis is also depicted here. This is the gametophyte plant body. The photosynthetic ആയിട്ടുള്ള ഈ gametophyte തന്നെ ആയിരിക്കും അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ആരുള്ളത്? സ്പോറോഫൈറ്റും കാണപ്പെടുന്നത്. കണ്ടോ സ്പോറോഫൈറ്റ്? ദി സ്പോറോഫൈറ്റ് വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദ സ്പോറോഫൈറ്റ് ഇൻറ്റു ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് ആരുള്ളത്? സ്പോറുകളുള്ളത്. നൗ ലെറ്റ്സ് സീ ദ പിക്ചർ ഡി. സ്ഫാഗ്നം. സ്ഫാഗ്നം എന്നൊരു മോസാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ ആർച്ചിഗോണിയത്തിൻ്റെ ബ്രാഞ്ച് നമുക്ക് ഡയറക്റ്റ് കാണാം. കണ്ടോ ആർച്ചിഗോണിയമാണ് ഈ സ്ട്രക്ചർ. ആൻഡ് അതിൽ ആന്ത്രീഡിയൽ ബ്രാഞ്ചസ് ആണ് ഈ സ്ട്രക്ചേഴ്സ്. I hope all you get it. I think you all got the points of bryophytes. So in next class we can discuss the pteridophytes. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം.